ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മാർട്ട് ലേണിംഗ്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ മറ്റുള്ള കുറച്ച് വകുപ്പുകളാണ് നോക്കിപ്പോകുന്നത്. ഈ ക്ലാസ് ഇപ്പോൾ CPO WCPO എക്സാം എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ SI മെയിൻസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ SI മെയിൻസിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് വേറെ ഉണ്ടായിരിക്കും, ഓരോ സെക്ഷൻ വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടി നോക്കുന്ന ആൾക്കാർ ഒരു ബേസ് പോലെയും അതുപോലെ നമ്മുടെ CPO എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇതൊരു റിവിഷൻ പോലെയും കണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. നമ്മൾ ആദ്യം നോക്കുന്നത് ഇനി അടുത്ത് സെർച്ച് ആൻഡ് സീഷർ അല്ലെങ്കിൽ പരിശോധനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. തിരച്ചിൽ എന്തെങ്കിലും ഒരു വസ്തു കണ്ടെത്താനായിട്ടാണ് നമ്മൾ തിരച്ചിൽ നടത്തുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കുന്നത്. സെക്ഷൻ 96 തിരച്ചിൽ നടത്തുന്നതിനുള്ള വാറന്റ് എപ്പോൾ പുറപ്പെടുവിക്കാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തിരച്ചിൽ നടത്താനായിട്ടുള്ള വാറന്റ് കോടതിക്ക് എപ്പോഴാണ് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്. നോക്കിക്കോളൂ, ഇവിടെ തിരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെന്നറിയോ, ഒരു സാധനം കണ്ടെത്തണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടെത്തണം, അതിനായിട്ടാണ് ഈ തിരച്ചിൽ. സെക്ഷൻ 96 1A പ്രകാരം ഏതെങ്കിലും കോടതിക്ക് വകുപ്പ് 94 പ്രകാരമുള്ള സമൻസിന്മേലോ ഉത്തരവിന്മേലോ 95 1-ാം വകുപ്പിന് കീഴിലുള്ള ആവശ്യപ്പെടലിന്മേൽ ഒരു വ്യക്തി അതിന്മേൽ ആവശ്യപ്പെടുന്ന രേഖയോ സാധനമോ ഹാജരാക്കുകയില്ലോ ഇല്ല എന്നോ ഹാജരാകാതിരിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നോ വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിൽ കോടതിക്ക് തിരച്ചിൽ വാറണ്ട് പുറപ്പെടുവിക്കാം. ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല, പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലാവൂല. സാധനം എന്താണെന്നറിയാവോ, എൻ്റെ കയ്യിലൊരു വസ്തുവുണ്ട്, ആ വസ്തു ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വസ്തുവാണ്, അത് ഞാൻ കോടതിയിൽ ഹാജരാക്കേണ്ടതാണ്. പക്ഷേ ഞാനത് ഹാജരാക്കാൻ വില്ലിങ് അല്ല. എൻ്റെ കയ്യിലൊരു വസ്തുവുണ്ട്, സപ്പോസ് നോക്കുക, അത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ ആണ് ഈ തെളിവായിട്ട് വരുന്ന വസ്തു. അത് കോടതി മര്യാദയ്ക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് ഹാജരാക്കത്തില്ല, അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്ന സമയത്ത് ആ രേഖ ഞാൻ മുക്കും. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലീസിന് ഉത്തരവ് കൊടുക്കുക, ആ സാധനം പിടിച്ചുകൊണ്ടിരാൻ. ഇപ്പോൾ പോലീസുകാർ എന്ത് ചെയ്യും, ഈ സെർച്ച് വാറന്റും കൊണ്ടുവന്ന് ഇതെവിടെയാണോ പരിശോധിച്ച് ആ സാധനം എടുത്തോണ്ടും. അത് മൊബൈലാവാം, മറ്റെന്തെങ്കിലും വസ്തു, ഇപ്പോൾ പ്രോപ്പർട്ടീസ് ഒക്കെ ആണെങ്കിൽ അത് അറ്റാച്ച് ചെയ്യും, പത്രവും മറ്റു കാര്യങ്ങളും ആണെങ്കിൽ അത് കണ്ടു കിട്ടും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, നമുക്ക് പറയാം. സെക്ഷൻ 96 1B പ്രകാരം കോടതിക്ക് മുകളിൽ പറഞ്ഞതുപോലെയുള്ള രേഖയോ സാധനമോ ഏതെങ്കിലും ആളുടെ കൈവശമുള്ളതായിട്ട് അറിവില്ലാത്ത സാഹചര്യത്തിൽ തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കാം. അതായത് ആളുടെ കയ്യിലുണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ലെങ്കിലും തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കാം. അതായത് അറിയാം കൊണ്ടുവരൂല എങ്കിലും തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കാം, അറിയില്ല എങ്കിലും പുറപ്പെടുവിക്കാം. 96 1C BNSSന് കീഴിലുള്ള ഏതെങ്കിലും അന്വേഷണ വിചാരണയുടെയോ മറ്റ് നടപടിയുടെയോ ആവശ്യത്തിനായി ഒരു തിരച്ചിലോ പരിശോധനയോ അനിവാര്യമാണെന്ന് കോടതി കരുതുന്ന സാഹചര്യത്തിൽ. അടുത്ത മൂന്നാമത് പറയുന്നത് അന്വേഷണത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് നടപടിൻ്റെയോ ഭാഗമായിട്ട് തെരച്ചിൽ അനിവാര്യമാണെന്ന് കോടതി പറയുന്ന സാഹചര്യത്തിൽ തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കാം. ഇപ്പോൾ 96 1A പറഞ്ഞ എന്താണ്, വസ്തു കയ്യിലുണ്ട് കൊണ്ടുവരില്ല, അങ്ങനെയെങ്കിൽ തെരച്ചിൽ. 2 കയ്യിലുണ്ടോ ഇല്ലെന്ന് അറിയില്ല, അങ്ങനെയെങ്കിൽ കോടതി തെരച്ചിൽ വാറന്റ്. 3 അന്വേഷണ വിചാരണയുടെയോ നടപടിയുടെയോ ആവശ്യമായിട്ടൊരു വസ്തു വേണമെങ്കിലും തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കാം. 96 2 കോടതിക്ക് യുക്തമെന്ന് തോന്നുന്നുവെങ്കിൽ തിരച്ചിലോ പരിശോധനയോ ഒരു പ്രത്യേക സ്ഥലത്തോ അതിൻ്റെ ഭാഗത്തോ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് വാറന്റിൽ നിർദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ വാറന്റ് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെയുള്ള സ്ഥലത്തോ ഭാഗത്തോ മാത്രമേ തിരച്ചിൽ നടത്താൻ പാടുള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ആലോചിക്കുക, ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. ആ സ്കൂളിൽ കോടതി പറയുവാണ്, ആ സ്കൂളിൻ്റെ ഓഫീസ് റൂമിൽ മാത്രം നിങ്ങൾ തിരച്ചിൽ നടത്തിയാൽ മതി. അതിനാണ് വാറന്റ് കൊടുത്തേക്കുന്നതെങ്കിൽ ആ ഓഫീസ് റൂമിൽ മാത്രമേ തിരച്ചിൽ നടത്തുള്ളൂ. അതായത് ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമായും കോടതിക്ക് എന്ത് ചെയ്യാതെ തിരച്ചിൽ വാറന്റ് ഇഷ്യൂ ചെയ്യാം, അവിടെ മാത്രമേ പരിശോധിക്കൂ. 96 3 തപാൽ അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള ഒരു രേഖയോ പാഴ്സലോ തിരയുന്നതിന് വാറന്റ് നൽകാൻ ഒരു ജില്ലാ മജിസ്ട്രേറ്റിനോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അല്ലാതെ മറ്റു മജിസ്ട്രേറ്റുകൾക്ക് അധികാരം നൽകുന്നതല്ല. അതായത് പാഴ്സൽ തിരയണം. തപാൽ അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള ഒരു രേഖയോ പാഴ്സലോ തിരഞ്ഞാൽ ഇതുമായിട്ട് നമ്മളെ കുറ്റവുമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ കേസന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രേഖ കിട്ടുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ 96 3 പ്രകാരം ഈ തപാൽ അതോറിറ്റിയുടെ കസ്റ്റഡിയിലുള്ള ഒരു രേഖയോ പാഴ്സലോ തിരയുന്നതിന് വാറന്റ് നൽകാനായിട്ട് ആർക്കേ അനുമതിയുള്ളൂടെ, ഒരു ജില്ലാ മജിസ്ട്രേറ്റിനോ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ ഉള്ളൂ. താഴോട്ടുള്ള മജിസ്ട്രേറ്റുമാർക്ക് അത് ഓർഡർ നൽകാൻ പറ്റത്തില്ല. ഇതാണ് സെക്ഷൻ 96 പറയുന്നത്. ഇനി സെക്ഷൻ 97 കളവ് മുതൽ വ്യാജ നിർമ്മിതി രേഖകൾ മുതലായവ ഉള്ളതായി സംശയിക്കപ്പെടുന്ന സ്ഥലത്തെ തിരച്ചിൽ. ഇപ്പോൾ സെക്ഷൻ 97 പറയുന്നത് BNSSൻ്റെ സെക്ഷൻ 97 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്, കളവ് മുതൽ വ്യാജ നിർമ്മിതി അതുപോലെ രേഖകൾ മുതലായവ ഉള്ളതായി സംശയിക്കപ്പെടുന്ന സ്ഥലത്തെ തിരച്ചിലാണ് സെക്ഷൻ 97 പറയാം. 97 1 പ്രകാരം ഏതെങ്കിലും സ്ഥലം മോഷ്ടിച്ച വസ്തുവിൻ്റെ നിക്ഷേപത്തിനോ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആക്ഷേപകരമായ പദാർത്ഥം നിക്ഷേപിക്കുകയോ വിൽക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ, ഇപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതെങ്കിലും ഒരു പ്ലേസ് ഒന്നുകിൽ അത് മോഷ്ടിച്ച വസ്തു നിക്ഷേപിക്കാൻ വച്ചേക്കുന്നതായിരിക്കാം, നിക്ഷേപിച്ചാൽ അവിടെ കൊണ്ട് ഇട്ടേക്കുന്നത്, അതായത് അവിടെ സൂക്ഷിച്ച് വെച്ചേക്കുക മോഷ്ടിച്ചത്, വിൽപ്പനയ്ക്ക് വെച്ചേക്കുക, അല്ല എങ്കിൽ ഏതെങ്കിലും ആക്ഷേപകരമായ പദാർത്ഥം അവിടെ വെച്ചിട്ടുണ്ട്. ആക്ഷേപകരമായ പദാർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം, അങ്ങോട്ട് പറയുന്നത് വിൽക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു ജില്ലാ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റിനോ കിട്ടിയ വിവരത്തിൻ്റെ മേൽ
ആവശ്യമെന്ന് തോന്നുന്ന പക്ഷം വാറണ്ട് വഴി കോൺസ്റ്റബിളിന്റെ പദവിക്ക് മുകളിലുള്ള ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് താഴെ പറയുന്ന അധികാരങ്ങൾ കൊടുക്കാം. അതായത് കളവ് മുതലാണെന്ന് സംശയിക്കുന്ന ഒരു വസ്തു എവിടെയോ ഉണ്ടെന്നൊരു വിവരം കിട്ടി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റബിളിന് മുകളിലുള്ള ഉദ്യോഗസ്ഥർക്ക് താഴെ പറയുന്ന അധികാരങ്ങൾ കൊടുക്കാം. എന്തൊക്കെയാണ് അധികാരം? അങ്ങനെയുള്ള സ്ഥലത്ത് ആവശ്യമായ സഹായത്തോടെ പ്രവേശിക്കുന്നതിനും ഫോഴ്സിനെയും കൊണ്ടോ അല്ലാതെയോ പ്രവേശിക്കാം. വാറന്റിൽ നിർദ്ദിഷ്ടമായ രീതിയിൽ, വാറന്റിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അവിടെ പരിശോധന നടത്തുന്നതിനും ആ സ്ഥലത്ത് കാണപ്പെടുന്ന കളവ് മുതൽ എന്നോ അല്ലെങ്കിൽ ആക്ഷേപാർഹ പദാർത്ഥം എന്നോ തോന്നുന്ന ഒരു വസ്തു കൈവശം വയ്ക്കുന്നത്. അവിടെ ഒരു വസ്തു കണ്ടാൽ അതിനെ പിടിച്ചെടുക്കാം. ആദ്യം പറഞ്ഞു ആവശ്യത്തിന് ഫോഴ്സിനെയും കൊണ്ട് അവിടെ പോയി പരിശോധിക്കാം. 2, വാറന്റിൽ നിർദ്ദിഷ്ടമായ രീതിയിൽ അവിടെ തെരച്ചിൽ നടത്താം. പിന്നെന്താണ്, ആ സ്ഥലത്ത് കാണപ്പെടുന്ന കളവ് മുതലോ അല്ലെങ്കിൽ ആക്ഷേപാർഹ പദാർത്ഥമോ എന്ന് തോന്നുന്ന വസ്തുവിനെ നമുക്ക് കൈവശം എടുക്കാം. ഇത് 3നും അധികാരം ഉണ്ടായിരിക്കും. അങ്ങനെ വസ്തുവോ പദാർത്ഥമോ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോവുകയോ കുറ്റക്കാരനെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്തിക്കുന്നത് വരെ ആ സ്ഥലത്ത് അതിന് കാവൽ നിൽക്കുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ വല്ല സുരക്ഷിത സ്ഥലത്തും വയ്ക്കുകയോ ചെയ്യാം. ഇങ്ങനെ കിട്ടിയ വസ്തു അവിടെ മജിസ്ട്രേറ്റിന് മുമ്പാകെ കുറ്റക്കാരനെ എത്തിക്കുന്നത് വരെ ഒന്നുകിൽ അല്ലെങ്കിൽ ഫോഴ്സ് വരുന്നത് വരെ ഒന്നുകിൽ ആ സ്ഥലത്ത് കാവൽ നിൽക്കുക അല്ലെങ്കിൽ ഈ വസ്തുവിനെ എടുത്തുകൊണ്ട് സുരക്ഷിതമായ മറ്റേതെങ്കിലും സ്ഥാനത്തേക്ക് മാറ്റുക. ഇനി അങ്ങനെയുള്ള ഏതെങ്കിലും വസ്തുവോ പദാർത്ഥമോ നിക്ഷേപിക്കുന്നതിനോ വിൽക്കുന്നതിനോ ഉൽപ്പാദിപ്പിക്കുന്നതിനോ കൂട്ടുനിന്നിട്ടുള്ളതായി തോന്നുന്നതും അങ്ങനെയുള്ള സ്ഥലത്ത് കാണപ്പെടുന്നതുമായ ഏതൊരാളിനെയും കസ്റ്റഡിയിലെടുക്കുകയും മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോവുകയും ചെയ്യാം. അതായത് അങ്ങനെ ഒരു കളവ് മുതലോ അല്ലെങ്കിൽ ആക്ഷേപാർഹ പദാർത്ഥമോ ആയിട്ട് കള്ളനോട്ട് അതൊക്കെ വരും. അതൊക്കെ കള്ളനോട്ട് അടിക്കാനുള്ള പ്രസ് ഇതൊക്കെ അവിടെ വച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ ചുമതലയുള്ള ആളിനെയോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിന്നെന്ന് തോന്നുന്നതോ അവിടെ കാണപ്പെടുന്നതോ ആയിട്ടുള്ള ഏതൊരാളെയും എവിടെ കൊണ്ടുപോകണം? മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോകാം. ദെൻ സെക്ഷൻ 97 2 ഈ വകുപ്പ് പ്രകാരം ബാധകമാകുന്ന ആക്ഷേപാർഹ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 97 2 പ്രകാരം ഈ വകുപ്പ് പ്രകാരം ബാധകമാകുന്ന ആക്ഷേപാർഹ പദാർത്ഥങ്ങൾ: എ, കള്ളനാണയം, വ്യാജ കറൻസി. ബി, 1962 കസ്റ്റംസ് ആക്ടിന്റെ സെക്ഷൻ 11 പ്രകാരം പുറപ്പെടുവിച്ച തൽക്കാലം നിലവിലുള്ള ഏതെങ്കിലും വിജ്ഞാപനത്തിന് വിരുദ്ധമായിട്ട് അതേപോലെ 2011 നാണയ നിർമ്മാണ നിയമം ലംഘിച്ച് നിർമ്മിച്ചതോ ആയിട്ടുള്ള ലോഹ കഷ്ണങ്ങളാണ്. ലോഹമല്ല, ലോഹം, മറ്റേ നമ്മുടെ മെറ്റൽ പീസസ്. ദെൻ കള്ളനോട്ട്, വ്യാജ സ്റ്റാമ്പുകൾ, ദെൻ വ്യാജരേഖകൾ, അതേപോലെ തന്നെ വ്യാജമുദ്ര. കള്ളനോട്ട്, വ്യാജരേഖകൾ, വ്യാജ സ്റ്റാമ്പുകൾ, വ്യാജമുദ്ര. BNS 2023 294 വകുപ്പിൽ പരാമർശിച്ചിരിക്കുന്ന അശ്ലീല വസ്തുക്കൾ നമ്മളത് പഠിക്കും. BNSSന്റെ സെക്ഷൻ 97(1)A മുതൽ F വരെ ക്ലോസുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആക്ഷേപാർഹമായ പദാർത്ഥം നിർമ്മാണത്തിന് അല്ലെങ്കിൽ അതായത് ഇപ്പോൾ കള്ളനോട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, വ്യാജരേഖ പറഞ്ഞിട്ടുണ്ട്, അത് അടിക്കാനുള്ള പ്രസ് അല്ലെങ്കിൽ കള്ളനോട്ട് അടിക്കാനുള്ള അച്ച്, ഈ സാധനം എല്ലാം എന്ത് ചെയ്യാതെ പിടിച്ചെടുക്കാം. ദെൻ സെക്ഷൻ 98 ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നതിനും അവ തിരയുന്നതിനുള്ള വാറണ്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം. സെക്ഷൻ 98 എന്താ പറഞ്ഞേ? ചില പ്രസിദ്ധീകരണങ്ങൾ കണ്ടുകെട്ടപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നതിനും അവ തിരയുന്നതിനുള്ള വാറണ്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം. സെക്ഷൻ 98 1 ഏതെങ്കിലും വർത്തമാന പത്രമോ പുസ്തകമോ രേഖയോ അല്ലെങ്കിൽ BNSലെ 152, 196, 197, 294, 295, 299 വകുപ്പിന് കീഴിൽ ശിക്ഷാർഹമായിട്ടുള്ള ഏതെങ്കിലും സംഗതി അടങ്ങുന്നതാണെന്ന് സംസ്ഥാന സർക്കാരിന് തോന്നുന്ന സാഹചര്യത്തിൽ വിജ്ഞാപനം വഴി അങ്ങനെയുള്ള പത്രത്തിൻ്റെയോ പുസ്തകത്തിൻ്റെയോ രേഖയുടെയോ എല്ലാ പകർപ്പുകളും സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെട്ടതായി പ്രഖ്യാപിക്കാം. നിങ്ങൾ കേട്ടിട്ടില്ലേ പണ്ട് സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടി? അപ്പോൾ എന്താണ്, പത്രാധിപരില്ലാത്ത എൻ്റെ പത്രം വേണ്ട എന്ന് ആ പത്രത്തിൻ്റെ ഉടമയായിട്ടുള്ള നമ്മുടെ അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ പറഞ്ഞ ഒരു സംഭവമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്ര ക്ലാസ്സുകളിൽ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ്, പത്രം കണ്ടുകെട്ടലിനെ പറ്റിയാണ് പറയാം. അപ്പോൾ ചില പ്രസിദ്ധീകരണങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ മാവോയിസ്റ്റ് അനുവാദമുള്ള, നക്സൽ അനുവാദമുള്ള എന്തൊരു വാക്കുറയിലൂടെ അതായത് അവരെ ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള ചില ലഘുലേഖകളൊക്കെ പിടിച്ചെടുത്തു എന്ന് പറയത്തില്ലേ, ആ ഒരു സംഭവം, തീവ്രവാദ സ്വഭാവമുള്ള രേഖകൾ പിടിച്ചെടുക്കുക, ഈ സംഭവത്തിനകത്ത് വരും. ദെൻ അങ്ങനെയുള്ള പത്രത്തിൻ്റെയോ പുസ്തകത്തിൻ്റെയോ രേഖയോ പകർപ്പോ ഇന്ത്യയിൽ എവിടെ കണ്ടാലും ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അത് പിടിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള പത്രത്തിൻ്റെയോ പുസ്തകത്തിൻ്റെയോ രേഖയോ പകർപ്പോ ഇന്ത്യയിൽ എവിടെ കണ്ടാലും ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും അവ എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാവുന്നതാണ്. കൂടാതെ ഏതെങ്കിലും മജിസ്ട്രേറ്റ് വാറന്റ് മുഖേന സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും അങ്ങനെയുള്ള പകർപ്പ് തിരയുന്നതിനായി ഏത് സ്ഥലത്തും പ്രവേശിക്കുവാൻ അധികാരപ്പെടുത്താം. SI റാങ്കിൽ കുറയാത്ത ഏതൊരു ഉദ്യോഗസ്ഥനെയും ഒരു മജിസ്ട്രേറ്റിന് അങ്ങനെയുള്ള ഒരു പകർപ്പ് തിരയുന്നതിനായിട്ട് എന്ത് ചെയ്യാതെ ഏത് സ്ഥലത്തും പ്രവേശിക്കുവാൻ അധികാരപ്പെടുത്താവുന്നതാണ്. ദെൻ സെക്ഷൻ 98 2 ഈ വകുപ്പിലും 99 വകുപ്പിലും എ, വർത്തമാന പത്രത്തിനും പുസ്തകത്തിനും 1867 പ്രസ്സും പുസ്തകങ്ങളുടെ രജിസ്ട്രേഷനും ആക്ടിലുള്ള അതേ അർത്ഥം ഉണ്ടായിരിക്കും. ആ നിയമത്തിൽ എന്തൊക്കെയാണോ പുസ്തകമെന്നോ വർത്തമാന പത്രം എന്നോ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഇവിടെ വരും.
ബി രേഖ എന്നതിൽ ഏതെങ്കിലും വർണ്ണചിത്രമോ രേഖാചിത്രമോ ഫോട്ടോയോ മറ്റു ദൃശ്യമായ പ്രതിരൂപണമോ ഉൾപ്പെടും. രേഖയിൽ അതിനകത്തും വരും. അതും രേഖയ്ക്കകത്ത് വരും. 98-ൽ 3 സെക്ഷൻ 99 വ്യവസ്ഥകൾ അനുസരിച്ച് അല്ലാതെ ഈ വകുപ്പ് പ്രകാരം പാസാക്കിയ ഉത്തരവ് ഇത്തരം നടപടികൾ ഒരു കോടതിയും എന്ത് ചെയ്യത്തില്ല, ചോദ്യം ചെയ്യപ്പെടില്ല. ഉത്തരവോ നടപടികളോ എന്ത് ചെയ്യത്തില്ല, കോടതി ചോദ്യപ്പെടത്തില്ല. 99 വ്യവസ്ഥകൾ അനുസരിച്ചല്ലാതെ ഈ വകുപ്പ് പ്രകാരം പാസാക്കിയ ഉത്തരവും നടപടികളും വേറൊരു കോടതി പിന്നെ എന്ത് ചെയ്യത്തില്ല, ചോദ്യം ചെയ്യത്തില്ല. എടാ നിങ്ങൾക്കിപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ സെക്ഷൻ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. അങ്ങനെ മനസ്സിലാക്കാൻ പ്രയാസമുള്ള സെക്ഷൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാവും. അത് ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ലെങ്ത് വരുന്നതാണെങ്കിൽ അല്ലാതെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും സെക്ഷൻസ് മനസ്സിലാവാതെ ഉണ്ട് എങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി പോവാം. അപ്പോൾ അടുത്ത നമ്മൾ നോക്കുക സെക്ഷൻ 97 സെക്ഷൻ 97 പറയണേ BNSSന്റെ സെക്ഷൻ 97 പ്രകാരം കളവ് മുതലോ വ്യാജ നിർമ്മിതിയോ രേഖകളോ മുതലായി ഉള്ളതായി സംശയിക്കുന്ന സ്ഥലത്തെ തിരച്ചിലാണ്. 97-ൽ 1 പ്രകാരം ഏതെങ്കിലും സ്ഥലം മോഷ്ടിച്ച വസ്തുവിൻ്റെ നിക്ഷേപത്തിനോ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞില്ലേ ആക്ച്വലി എക്സ്പ്ലെയിൻഡ് ആണ്. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കുക സെക്ഷൻ 100. ഇപ്പം നമ്മൾ പത്രങ്ങളൊക്കെ കണ്ടുകിട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. സെക്ഷൻ 100 അന്യായമായി തടഞ്ഞു വയ്ക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ. ഏതെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റോ ആയ ഒരു വ്യക്തിക്ക് തടഞ്ഞു വയ്ക്കൽ കുറ്റമായി തീരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ആളെ തടഞ്ഞു വെച്ചിട്ടുള്ളതായിട്ട് വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ സെക്ഷൻ 100 പ്രകാരം അന്യായമായിട്ട് തടഞ്ഞു വെക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലിനെ പറ്റിയാണ് പറയണേ. ഏതെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റോ ആയ ഒരു വ്യക്തിക്ക് തടഞ്ഞു വെക്കൽ കുറ്റമായി തീരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ആളെ തടഞ്ഞു വെച്ചിട്ടുള്ളതായി വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കാം. സെർച്ച് വാറന്റ് ആരെങ്കിലും പൂട്ടിയിട്ടെന്നൊരു പേര് ലഭിക്കുക, അത് അന്യായമാണ്. ഈവൻ പോലീസ് കസ്റ്റഡി വേണമെങ്കിൽ ആവാം. അന്യായമാണെങ്കിൽ ആൾക്ക് തെരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കാം. അങ്ങനെയുള്ള വാറന്റ് ഏത് ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ തിരച്ചിൽ നടത്തേണ്ടതും ആർക്കാണോ ആ വാറന്റ് കൊടുക്കുക അയാൾ തിരച്ചിൽ നടത്തേണ്ടതും ആളെ കണ്ടു കിട്ടിയാൽ ഉടൻ തന്നെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതും കേസിന്റെ സാഹചര്യത്തിന് ഉചിതമെന്ന് തോന്നുന്ന ഉത്തരവിടുകയും ചെയ്യേണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു വാറണ്ട് ഒരു ഉദ്യോഗസ്ഥന് അധികാരപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അയാളൊന്ന് തിരച്ചിൽ നടത്തേണ്ടതും ആളെ കണ്ടുകിട്ടി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കേണ്ടതും കേസിന്റെ സാഹചര്യത്തിന് ഉചിതമെന്ന് തോന്നുന്ന ഉത്തരവിടുകയും ചെയ്യേണ്ടതാണ്. തെരച്ചിലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകളാണ് നമ്മൾ നോക്കുക. സെക്ഷൻ 102 തെരച്ചിൽ വാറന്റുകൾ അധികാരപ്പെടുത്തി കൊടുക്കുന്നതും മറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സെക്ഷൻ 102. BNSSന്റെ സെക്ഷൻ 32, 72, 74, 76, 80, 81 എന്നീ വകുപ്പുകളിലെ വ്യവസ്ഥകൾ സെക്ഷൻ 96, 97, 98, 100 എന്നിവ പ്രകാരം പുറപ്പെടുവിച്ച എല്ലാ സെർച്ച് വാറന്റുകൾക്കും ബാധകമാണ്. അപ്പോൾ 32-ലും 72-ലും 74-ലും 76-ലും 80-ലും 81-ലും പറയുന്ന വ്യവസ്ഥകളൊക്കെ 96, 97, 98, 100 വകുപ്പുകൾ പ്രകാരം പുറപ്പെടുവിച്ച എല്ലാ സെർച്ച് വാറന്റിലും ബാധകമാണ്. സെക്ഷൻ 103 അടച്ചിട്ട സ്ഥലത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ തിരച്ചിൽ അനുവദിക്കണം. സെക്ഷൻ 103 അടച്ചിട്ട സ്ഥലത്തിൻ്റെ ചുമതലയുള്ള ആളുകൾ തിരച്ചിൽ അനുവദിക്കണം. സെക്ഷൻ 103-ൽ 1 പ്രകാരം ഈ അധ്യായത്തിന് കീഴിൽ തെരച്ചിലിനോ പരിശോധനയ്ക്കോ ബാധ്യതയുള്ള ഏതെങ്കിലും സ്ഥലം അടച്ചിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്തരം സ്ഥലത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള വ്യക്തി വാറന്റ് നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരാളോ ആവശ്യപ്പെടുകയും വാറന്റ് ഹാജരാക്കുകയും ചെയ്യുന്നതിന്മേൽ ആ സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കുകയും അതിനുള്ള തിരച്ചിൽ നടത്തുന്നതിന് ന്യായമായ എല്ലാ സൗകര്യങ്ങളും ചെയ്യേണ്ടതാണ്. മനസ്സിലായോടാ? 103-ൽ 1 പറഞ്ഞത് ഞാനൊരു കെട്ടിടത്തിൻ്റെ ഉടമ, ഞാനത് പൂട്ടിയിട്ടേക്കുക. അപ്പോൾ അവിടെ തിരച്ചിൽ ഓർഡർ കിട്ടി വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ അതിനുള്ള സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ട തെരച്ചിലിന് വരുന്നവർക്ക്. 103-ൽ 2 അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ വാറന്റ് നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ 44 2-ാം വകുപ്പ് ചവിട്ടി തുറന്ന് കയറി പോവാം രീതിയിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഞാൻ താക്കോൽ എടുക്കത്തില്ല, കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ തട്ടി മാറ്റി കളഞ്ഞിട്ട് അവർക്ക് ചവിട്ടി പൊളിച്ച് കയറി പോവാം. അത്രേ ഉള്ളൂ സംഭവം. സെക്ഷൻ 103-ൽ 3 അങ്ങനെയുള്ള സ്ഥലത്തോ അതിന് ചുറ്റുമോ ഉള്ള ഏതെങ്കിലും ആള് ഏത് സാധനത്തിന് വേണ്ടിയിട്ടാണോ തിരച്ചിൽ നടത്തേണ്ടത് അത് അയാൾ ഒളിച്ചു വെക്കുന്നതായിട്ട് ന്യായമായി സംശയപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളെ പരിശോധന ചെയ്യാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ തിരച്ചിൽ നടത്തുന്നത് അത് ഇവ ഒളിപ്പിച്ചു വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാടെ ആളെ പരിശോധന ചെയ്യാം. ഇനി അങ്ങനെയുള്ളയാള് സ്ത്രീ ആണെങ്കിൽ പരിശോധന ചെയ്യുന്നത് സഭ്യതയെ ശരിക്കും പാലിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീ ആയിരിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പരിശോധിക്കപ്പെടേണ്ടത് ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെ പരിശോധന ചെയ്യേണ്ടത് സഭ്യതയെ മാനിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീ തന്നെ ആയിരിക്കണം. സെക്ഷൻ 103-ൽ 4 ഈ അധ്യായത്തിന് കീഴിൽ
തിരച്ചിൽ നടത്തുന്നതിന് മുമ്പ് അത് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ അന്വേഷിക്കേണ്ട സ്ഥലം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ 2 അതിലധികമോ നിവാസികളെ തിരച്ചിലിന് ഹാജരായി സാക്ഷിയാകുവാൻ വിളിക്കേണ്ടതാണ്. അതായത് 103(4) പ്രകാരം ഞാൻ ഈ വസ്തു കണ്ടുപിടിക്കാൻ പോവാം, ഞാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥന, വാറണ്ട് ഉണ്ട്, കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഇത് പോകുന്നതിന് മുന്നേ ആ സ്ഥലത്തുള്ള 2 വ്യക്തികളെ ഇതിന് സാക്ഷിയായിട്ട് വിളിച്ചുകൊണ്ട് പോകണം. ഞാൻ അവിടെ നിന്ന് കൃത്യമായിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് 2 പൊതി കഞ്ചാവ് എടുത്തിട്ട് അവിടെ നിന്ന് പിടിക്കുന്നു എന്ന് കാണിക്കാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് തിരച്ചിലിന് സാക്ഷിയാകുവാൻ മേൽപ്പറഞ്ഞ പ്രദേശത്തെ യാതൊരു നിവാസിയും ലഭ്യമാകാതിരിക്കുകയോ അല്ലെങ്കിൽ സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ, അപ്പോൾ തിരച്ചിലിന് ഹാജരാകുവാനായിട്ട് ആ സ്ഥലത്തുള്ള ആ ഒരു നിവാസി എന്ത് ചെയ്യുന്നില്ല, ലഭ്യമാകുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ലടെ, സമ്മതിക്കുന്നില്ല. ലഭ്യമാകുന്നില്ല അല്ലെങ്കിൽ സമ്മതിക്കുന്നില്ല എങ്കിൽ എന്താ ചെയ്യേണ്ടേ? മറ്റേതെങ്കിലും പ്രദേശത്തെ 2 അതിലധികമോ സ്വതന്ത്രരും അല്ലെങ്കിൽ നിഷ്പക്ഷരുമായിട്ടുള്ള നിവാസികൾ എന്ത് ചെയ്യുക, തിരച്ചിലിന് ഹാജരായി സാക്ഷ്യം വിളിക്കുന്നത്. അവിടെയുള്ള ആരും വന്നില്ലെങ്കിൽ വെളിയിൽ നാളെ ഇറക്കണം, അത്രേ ഉള്ളൂ. അപ്രകാരം സാക്ഷിയാകുന്നവർക്കോ അവരിൽ ആർക്കെങ്കിലുമോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലിഖിതമായ ഉത്തരവ് കൊടുക്കാം. അതായത് നിങ്ങൾ സാക്ഷിയാവാൻ വരണമെന്ന് പറഞ്ഞിട്ട് ഉത്തരവ് കൊടുക്കാമെന്നാണ്. ദെൻ 103(5) സെക്ഷൻ 103(4) പറഞ്ഞിരിക്കുന്ന വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്തേണ്ടതും അങ്ങനെയുള്ള തിരച്ചിലിനിടയിൽ പിടിച്ചെടുക്കപ്പെടുന്ന എല്ലാ സാധനങ്ങളും യഥാക്രമം അവ കണ്ടെത്തിയ സ്ഥലങ്ങളുടെയും ഒരു ലിസ്റ്റ്. അതായത് ഇപ്പോൾ അവിടെ നിന്ന് ഒരു കത്തി ഇന്ന വസ്തുവിൻ്റെ ഇന്ന വടക്കേ മൂലയിൽ നിന്ന് കത്തി കിട്ടി, അടുത്ത് തുണി കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ പ്രതിയുടെയോ ഇരയുടെയോ ചെരുപ്പ് കിട്ടി. ഇത് കുറേ സാധനങ്ങൾ കിട്ടിയെന്ന് വിചാരിച്ചു ഒരു ക്രൈം സീനിൽ നിന്ന്. ഇത് എവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, ആ സ്ഥലത്തിൻ്റെ ഇന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നൊരു ലിസ്റ്റ് തയ്യാറാക്കുക. അത്തരം ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരാളോ തയ്യാറാക്കേണ്ടതും അത്തരം സാക്ഷികൾ അതിൽ ഒപ്പിടേണ്ടതുമാണ്. അപ്പോൾ ലിസ്റ്റ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മറ്റൊരാളോ തയ്യാറാക്കേണ്ടതും സാക്ഷികൾ അതിൽ ഒപ്പിടേണ്ടതുമാണ്. തിരച്ചിലിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയും കോടതി പ്രത്യേകമായി വിളിക്കുന്നില്ലെങ്കിൽ തിരച്ചിലിന് സാക്ഷിയായിട്ട് കോടതി പോകണ്ട. ഇടയിൽ പലരും വിളിക്കുമ്പോൾ വരാതിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ നിന്ന് കയറി ഇറങ്ങി നടക്കാൻ വയ്യാത്തതുകൊണ്ടും കോടതി പോകണതൊക്കെയാണ്. കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിലല്ലാതെ കോടതി പോകേണ്ടതായിട്ട് വരില്ല. ദെൻ 103(6) തിരച്ചിൽ നടത്തിയ സ്ഥലത്തെ താമസക്കാരനെയോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മറ്റേതെങ്കിലും ആളെയോ എല്ലാ സന്ദർഭത്തിലും തിരച്ചിലിനിടയിൽ പങ്കെടുക്കാൻ അനുവദിക്കേണ്ടതും അവിടുത്തെ താമസക്കാരനെയോ അല്ലെങ്കിൽ അയാളുടെ റെപ്രസെൻറ്റേറ്റീവിനെയോ കൂടെ അനുവദിക്കേണ്ടതും ഈ വകുപ്പിന് കീഴിൽ തയ്യാറാക്കിയ മേൽ പറഞ്ഞ സാക്ഷികൾ ഒപ്പിട്ട ലിസ്റ്റിൻ്റെ പകർപ്പ് അങ്ങനെയുള്ള താമസക്കാരനോ വ്യക്തിക്കോ നൽകേണ്ടതുമാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഈ വകുപ്പിന് കീഴിൽ എന്താ പറയുക, താമസക്കാരനോ വ്യക്തിക്കോ നൽകേണ്ടതുമാണ്. അതുപോലെ ലിസ്റ്റിൻ്റെ പകർപ്പും കൊടുക്കുക. എന്തൊക്കെയാണ് കണ്ടെത്തുന്നുള്ള കാര്യം അവിടുത്തെ താമസക്കാരനോ അല്ലെങ്കിൽ പകരം വന്ന വ്യക്തിക്കോ കൊടുക്കാൻ വേണമെന്ന്. 103(7) ഏതെങ്കിലും വ്യക്തിയെ 103(3) വകുപ്പ് പ്രകാരം തിരയുമ്പോൾ കൈവശപ്പെടുത്തിയ എല്ലാ വസ്തുക്കളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും അതിൻ്റെ ഒരു പകർപ്പ് അത്തരം വ്യക്തിക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ്. അതായത് 103(3) നമ്മൾ പറഞ്ഞ എന്താ, 103(3) നമ്മൾ എന്താ പറഞ്ഞേ, ഒളിച്ചു വെക്കപ്പെടുന്നത് കൊണ്ട് അയാളെ തിരഞ്ഞില്ലേ. അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഒളിച്ചു വെക്കപ്പെടുന്നു, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി അയാളെ ഹൈഡ് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഹൈഡ് ചെയ്തതിന് വേണ്ടിയിട്ട് നമ്മൾ അയാളെ പരിശോധിക്കുമ്പോൾ അയാളെ ദേഹത്ത് നിന്ന് കിട്ടിയ സാധനങ്ങൾ ഇന്നതാണെന്നുള്ളൊരു ലിസ്റ്റ് അയാൾക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. 103(8) ന്യായമായ കാരണമില്ലാതെ രേഖാമൂലം അയച്ചതോ ടെൻഡർ ചെയ്തതോ ആയ ഒരു ഉത്തരവിലൂടെ ഈ വകുപ്പിന് കീഴിൽ തിരച്ചിൽ പങ്കെടുക്കാനും സാക്ഷ്യം വഹിക്കാനും വിസമ്മതിക്കുകയോ അവഗണിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അയാൾ BNS 222 പ്രകാരം ഒരു കുറ്റം ചെയ്താൽ കണക്കാക്കപ്പെടും. അപ്പോൾ ഈ തിരച്ചിലിൽ പങ്കെടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ തടസ്സം നിൽക്കുകയോ ചെയ്യുന്ന വ്യക്തി BNSന്റെ ഭാരതീയ ന്യായ സംഹിതയുടെ 222 വകുപ്പ് പ്രകാരം ഒരു കുറ്റം ചെയ്താൽ കണക്കാക്കപ്പെടും. ഒരു കേസും കൂടെ വരും. ഓക്കെ. സെക്ഷൻ 104 അധികാരിതയ്ക്ക് വെളിയിൽ വെച്ചുള്ള തിരച്ചിലിൽ കണ്ടെത്തുന്ന സാധനങ്ങളുടെ വിനിയോഗം. അപ്പോൾ 104 പറയുന്നേ ഇവിടെ വസ്തുക്കൾ കണ്ടെത്തിയത് നമ്മുടെ ആ ഒരു ബൗണ്ടറിക്ക് വെളിയിലാണ്. സെർച്ച് വാറണ്ട് പുറപ്പെടുവിച്ച കോടതിയുടെ പ്രാദേശിക അധികാരപരിധിക്ക് വെളിയിലുള്ള ഏതെങ്കിലും സ്ഥലത്ത് സെർച്ച് വാറണ്ട് നടപ്പിലാക്കുമ്പോൾ ഏത് സാധനങ്ങൾക്ക് വേണ്ടിയാണോ തിരച്ചിൽ നടത്തിയത് അതിലേതെങ്കിലും കണ്ടെത്തുമ്പോൾ സാധനങ്ങളുടെ ലിസ്റ്റ് സഹിതം ആ സ്ഥലത്ത് അധികാരികതയുള്ള മജിസ്ട്രേറ്റിനേക്കാൾ കോടതിയാണ് അടുത്തെങ്കിൽ അങ്ങനെയുള്ള കോടതിയിൽ ഹാജരാക്കുക. അതായത് ഏതാണോ അടുത്ത് വരുന്നത് അവിടെ, നമ്മൾ നേരത്തെ ഒരു സെഷനിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. ദെൻ അങ്ങനെയുള്ള സ്ഥലം കോടതിയേക്കാൾ അധികാരിതയുള്ള മജിസ്ട്രേറ്റിനാണ് അടുത്തെങ്കിൽ ആദ്യം മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോകുക. കോടതിയാണ് അടുത്തെങ്കിൽ കോടതിയിൽ, മജിസ്ട്രേറ്റാണ് അടുത്തെങ്കിൽ മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോകുക. മജിസ്ട്രേറ്റ് അതിനെതിരെ തക്കതായ കാരണമില്ലാത്ത പക്ഷം അവ കോടതിയിൽ എത്തിക്കാൻ അധികാരപ്പെടുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. കോടതിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഉത്തരവ് മജിസ്ട്രേറ്റിന് കൊടുക്കുകയും ചെയ്യാം. ദെൻ സെക്ഷൻ 105 ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തിരയലിൻ്റെയും പിടിച്ചെടുക്കലിൻ്റെയും റെക്കോർഡിംഗ്. ഈ അധ്യായത്തിന് കീഴിലോ 185 വകുപ്പിന് കീഴിലോ ഒരു സ്ഥലം തിരച്ചിൽ നടത്തുന്നതായോ ഏതെങ്കിലും വസ്തുക്കളോ കൈവശപ്പെടുത്തുന്നതായോ പിടിച്ചെടുത്ത വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സാക്ഷികൾ അത്തരം പട്ടികയിൽ ഒപ്പിടുന്നത് ഉൾപ്പെടെ ഏതെങ്കിലും ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാർഗത്തിലൂടെ കഴിയുന്നതും സെൽഫോൺ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്യേണ്ടതാണ്.
റെക്കോർഡിംഗ് കാലതാമസം കൂടാതെ ജില്ലാ മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അയച്ചു കൊടുക്കുക. മനസ്സിലായടാ? 105 പറയുന്നത് എങ്ങനെയാ? ഇതിനു മുന്നേ നമ്മൾ കുറേ പരിശോധന എന്ന് പറഞ്ഞില്ലേ? ഈ പരിശോധന നടത്തുന്നത് മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കാമെന്ന് പറയുന്നത് സെക്ഷൻ 105. പരിശോധന നടത്തുന്ന കാര്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ചത് ആർക്കയക്കണം? ജില്ലാ മജിസ്ട്രേറ്റിനോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ എന്ത് ചെയ്യേണ്ടതാണ്? അയച്ചു കൊടുക്കേണ്ടതാണ് സെക്ഷൻ 105 പ്രകാരം BNSSന്റെ. ദെൻ സെക്ഷൻ 106 BNSSന്റെ സെക്ഷൻ 106 പറയുന്നത് വസ്തുക്കൾ പിടിച്ചെടുക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തെക്കുറിച്ചാണ്. സെക്ഷൻ 106 BNSSന്റെ സെക്ഷൻ 106ലേക്ക് പോകുമ്പോൾ 106 വിശദമാക്കുന്നത് വസ്തുക്കൾ പിടിച്ചെടുക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ അധികാരത്തെക്കുറിച്ചാണ്. സെക്ഷൻ 106 പ്രകാരം ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന് മോഷ്ടിക്കപ്പെട്ടതായി ആരോപിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതായി സംശയം ജനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ആ വസ്തുവിനെ എന്ത് ചെയ്യാതെ പിടിച്ചെടുക്കാം. പോലീസുകാരെ വസ്തു പിടിച്ചുകൊണ്ട് പോകണം കണ്ടിട്ടില്ലേ? വസ്തു മീൻസ് ഏതെങ്കിലും ഒരു എന്താ പറയുക തിങ് ആയിരിക്കാം. മേ ബി 106 2 അത്തരം പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ കീഴിലാണെങ്കിൽ പിടിച്ചെടുക്കൽ പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ ഉടനെ അറിയിക്കേണ്ടതാ. അതായത് അയാളുടെ മേലുദ്യോഗസ്ഥനെ അറിയിക്കുക. ദെൻ 106 3 ഏതൊരു പോലീസ് ഉദ്യോഗസ്ഥനും പിടിച്ചെടുക്കൽ അധികാരപരിധിയുള്ള ഒരു മജിസ്ട്രേറ്റിനെ റിപ്പോർട്ട് ചെയ്യേണ്ടതും പിടിച്ചെടുത്ത വസ്തു കോടതിയിലേക്ക് സൗകര്യപൂർവ്വം കൊണ്ടെത്തിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിൻ്റെ സൂക്ഷിപ്പ് ഏതെങ്കിലും ആൾ ആവശ്യപ്പെടുന്ന സമയത്ത് ആ വസ്തു കോടതി മുമ്പാകെ ഹാജരാക്കിക്കൊള്ളാമെന്ന ഉറപ്പിന്മേൽ ഏൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. അതായത് വസ്തു കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചെടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞത് സെക്ഷൻ 106 2 ആ മേലുദ്യോഗസ്ഥനെ അറിയിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് മജിസ്ട്രേറ്റിന് മുമ്പ് ഹാജരാക്കണം. ഇനി ഹാജരാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പിടിച്ചെടുത്ത വസ്തു ഹാജരാക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിൻ്റെ സൂക്ഷിപ്പ് ഏതെങ്കിലും ആൾക്ക് ആവശ്യപ്പെടുത്ത് കൊടുക്കുക. അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കുകയും വേണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതി പിന്നീട് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾക്ക് നടപ്പിലാക്കിക്കൊള്ളാം എന്ന ഉറപ്പിന്മേൽ ഒരു ബോണ്ട് ഒപ്പിട്ട് കൊടുക്കുക. ബോണ്ട് ഒപ്പിട്ടിട്ട് കോടതി ഹാജരാക്കുമ്പോൾ നമ്മുടെ ജാമ്യത്തിൻ്റെ അതേ വ്യവസ്ഥ തന്നെ. ദെൻ ഈ പിടിച്ചെടുത്ത വസ്തുവെ വേഗത്തിൽ നശിച്ചു പോകുന്നതാണെന്ന് വിചാരിക്കുക. വേഗത്തിൽ നശിച്ചു പോകുന്നൊരു വസ്തുവാണ്. ആ സാഹചര്യത്തിൽ അത്തരം വസ്തു കൈവശം വയ്ക്കാൻ അർഹതയുള്ള വ്യക്തി അജ്ഞാതനായിരിക്കുകയാണ്. ആരെയാണ് യഥാർത്ഥത്തിൽ നിന്ന് അറിയത്തുമില്ല. അത് നശിച്ചു പോവുകയും ചെയ്യും. അജ്ഞാതനോ അസന്നിഹിതനോ ആണെങ്കിൽ ആ വസ്തുവിൻ്റെ മൂല്യം 500 രൂപയിൽ താഴെയാണെങ്കിൽ അത് ലേലത്തിൽ വിൽക്കാം. അപ്പം ഇങ്ങനെ പിടിച്ചെടുത്ത വസ്തു ഉടനെ നശിച്ചു പോണതാണ്. അത് വാങ്ങാനും ആരുമില്ല. 500 രൂപയിൽ താഴെയോ ആണെങ്കിൽ എന്ത് ചെയ്യാം? അത് ഉടൻ തന്നെ ലേലത്തിൽ വിൽക്കാം. അപ്രകാരമുള്ള വിൽപ്പനയുടെ അറ്റ വരുമാനത്തിൽ 503, 504 വകുപ്പുകളിലെ വ്യവസ്ഥകൾ പ്രായോഗികമായിടത്തോളം ബാധകമാകുന്നതാണ്. അപ്പോൾ അപ്രകാരമുള്ള വിൽപ്പനയുടെ അറ്റ വരുമാനത്തിൽ 503, 504 വ്യവസ്ഥകൾ പ്രായോഗികമായിടത്തോളം ബാധകം ആയിരിക്കുന്നത് ആണ്. ഓക്കെ. സെക്ഷൻ 107 വസ്തു ജപ്തി ചെയ്യൽ, കണ്ടുകെട്ടൽ അഥവാ പുനഃസ്ഥാപിക്കൽ. സെക്ഷൻ 107 പറയുന്നത് വസ്തു ജപ്തി ചെയ്യൽ, കണ്ടുകെട്ടലാണ്. ടൈം മിസ്റ്റേക്കാണ്. കണ്ടുകെട്ടൽ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കൽ. 107 1 അന്വേഷണം നടത്തുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെയോ കുറ്റകൃത്യത്തിൻ്റെയോ ഭാഗമായിട്ടാണ് സ്വത്ത് നേടിയത് എന്ന് വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിൽ, അപ്പോൾ അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഈ പറഞ്ഞിരിക്കുന്ന സ്വത്ത് ഏതെങ്കിലും ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെയോ അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൻ്റെയോ ഭാഗമായിട്ടാണ് നേടിയത് എന്ന് വിശ്വസിക്കുവാൻ കാരണമുണ്ടെങ്കിൽ പോലീസ് സൂപ്രണ്ടിനോ പോലീസ് കമ്മീഷണറുടെയോ അനുമതിയോടുകൂടി പോലീസ് സൂപ്രണ്ടിൻ്റെയോ പോലീസ് കമ്മീഷണറുടെയോ അനുമതിയോടുകൂടെ ആ സ്വത്ത് കണ്ടുകെട്ടി കുറ്റം തിരിച്ചറിയുന്നതിനും വിചാരണയ്ക്ക് വിധേയമാകുകയോ അല്ലെങ്കിൽ കേസ് വിചാരണ നടത്തുന്നതിന് കോടതിയിലെ അധികാരപരിധിയിലുള്ള ഒരു മജിസ്ട്രേറ്റിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മനസ്സിലായോടെ? 107 1 പറയുന്നത് എന്താണെന്നറിയോ? ഒരു വ്യക്തിയുടെ സ്വത്ത് ആ സ്വത്ത് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വാട്ട് എവർ ഇറ്റ് മേ ബി, ആ സ്വത്ത് എന്ത് ചെയ്തതാ? ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൻ്റെയോ ക്രിമിനൽ പ്രവർത്തനത്തിൻ്റെയോ ഭാഗമായിട്ടാണ് സമ്പാദിച്ചത് അല്ലെങ്കിൽ നേടിയത് എന്ന് മനസ്സിലായാൽ അത് പിടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. 107 2 തെളിവെടുപ്പിന് മുമ്പോ ശേഷമോ അത്തരം സ്വത്തുക്കൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിലൂടെയാണ് സ്വന്തമാക്കിയത് എന്ന് വിശ്വസിക്കുവാൻ കോടതിക്കോ മജിസ്ട്രേറ്റിനോ അധികാരം ഉണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് ഓർഡർ പുറപ്പെടുവിക്കുക. അതായത് തെളിവെടുപ്പിന് ശേഷം മനസ്സിലായി ഇത് കുറ്റകൃത്യത്തിലൂടെ അനധികൃതമായി സമ്പാദിച്ച സ്വത്താണെന്ന് മനസ്സിലായി. 107 2 പ്രകാരം എന്ത് ചെയ്യാന്നറിയോ? അത് പിടിച്ചെടുക്കാൻ അറ്റാച്ച്മെന്റ് ഓർഡർ പുറപ്പെടുവിക്കാം. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ അത്തരം വ്യക്തികൾക്ക് അവിടെ ഒരു അവസരമുണ്ട്. അതായത് 14 ദിവസത്തിനുള്ളിൽ കാരണം കാണിക്കാൻ ഒരു നോട്ടീസ് കൊടുക്കുക. അതായത് ഈ വസ്തു ഇങ്ങനെ അല്ല എന്നുള്ള കാരണം കാണിക്കാൻ ഒരു നോട്ടീസിന് 14 ദിവസത്തെ സമയമുണ്ട്. 107 3 ഏതെങ്കിലും വ്യക്തിക്ക് നൽകിയ നോട്ടീസിൽ സൂചിപ്പിക്കുന്ന സ്വത്ത് മറ്റൊരു വ്യക്തി കൈവശം വച്ചതായി വ്യക്തമാക്കുന്നെങ്കിൽ നോട്ടീസിന്റെ പകർപ്പും ആ വ്യക്തിക്ക് നൽകേണ്ടതാണ്. അതായത് 107 2 പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ? ഒരു വസ്തു അനധികൃത സ്വത്ത് സമ്പാദനത്തിലൂടെയാണെന്ന് കോടതിക്ക് മനസ്സിലായി. അത് അറ്റാച്ച്മെന്റ് ചെയ്യാനായിട്ട് ഓർഡർ പുറപ്പെടുവിക്കുന്നതിന് 14 ദിവസത്തെ കാരണം കാണിക്കൽ നോട്ടീസ് എന്ത് ചെയ്യാം? ഈ വ്യക്തിക്ക് കൊടുക്കാം.
ഇപ്പോഴേ ഈ വ്യക്തിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച വസ്തു ഇപ്പോൾ മറ്റാരെങ്കിലും പേരിലായി. അപ്പോൾ അതായത് ഇപ്പോൾ ഞാനിപ്പോൾ അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് എൻ്റെ മകൻ്റെ പേരിലേക്ക് കൈമാറ്റം ചെയ്തു. അപ്പോൾ ഈ മറ്റേ വ്യക്തിയെ അറിയിക്കണം, ഈ മകൻ എന്ന് പറയുന്ന വ്യക്തിയും അറിയിക്കേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അവിടെ അയാളെ അറിയിക്കേണ്ടതാണ്. 107(3) അതാ പറഞ്ഞേ. ദെൻ 107(4) കോടതിക്കോ മജിസ്ട്രേറ്റിനോ 107(2) വകുപ്പ് പ്രകാരം നൽകിയ നോട്ടീസിന് ലഭിച്ച വിശദീകരണവും ലഭ്യമായ വസ്തുക്കളുടെ യാഥാർത്ഥ്യവും പരിഗണിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് പറയാനുള്ള ഉചിതമായ അവസരം നൽകി അറ്റാച്ച്മെൻറ്റ് ഓർഡർ പുറപ്പെടുവിക്കുക. അതായത് ഈ നോട്ടീസിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് എന്താണ് ന്യായം എന്നുള്ള രീതിയിൽ കോടതിക്ക് അറ്റാച്ച്മെൻറ്റ് ഓർഡർ പുറപ്പെടുവിക്കാം. കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുള്ള 14 ദിവസത്തിനുള്ളിൽ ആ വ്യക്തി കോടതിക്കോ മജിസ്ട്രേറ്റിനോ മുന്നിൽ ഹാജരാകാതിരിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കുകയോ ചെയ്താൽ കോടതിക്ക് ഏകപക്ഷീയമായ ഉത്തരവ് പ്രഖ്യാപിക്കാം. അതായത് മനസ്സിലായോ? അതായത് ഇപ്പോൾ എൻ്റെ വസ്തുവാണ്, അനധികൃത സ്വത്ത് സമ്പാദനം എന്ന ആരോപണമുണ്ട്. അപ്പോൾ കോടതി അറ്റാച്ച്മെൻറ്റിന് മുന്നേ ഒരു 14 ദിവസം കാരണം കാണിക്കൽ നോട്ടീസ് തരും. അവിടെ പോയിട്ടോ ഞാൻ പോകാതിരിക്കുകയോ അല്ലെങ്കിൽ കാരണം കാണിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് എന്നെ അറിയിക്കൊണ്ടും വേണ്ട, പിടിച്ചെടുക്കാം. കേട്ടോ? 107(5) നോട്ടീസ് കണ്ടുകെട്ടലിൻ്റെയോ പിടിച്ചെടുക്കലിൻ്റെയോ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുമെന്ന്. എന്നാലേ ഇങ്ങനൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ഈ കണ്ടുകെട്ടലിനെയോ അല്ലെങ്കിൽ പിടിച്ചെടുക്കലിനെയോ ബാധിക്കുമെന്ന് കോടതിക്കോ അല്ലെങ്കിൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ അഭിപ്രായം ഉണ്ടെങ്കിൽ ഇടക്കാല ഉത്തരവ് ഏകപക്ഷീയമായിട്ട് നൽകുക. അതായത് എന്നെ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഉടായ്പ കാണിച്ച് ഇത് എൻ്റെ അല്ല എന്നുള്ള രീതിയിലാക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അറിയിക്കേണ്ട, ഇടക്കാല ഉത്തരവ് ഇറക്കാം. ഇടക്കാല ഉത്തരവ് സെക്ഷൻ 107(6) പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് വരെ പ്രാബല്യത്തിൽ തുടരും. എന്താ 107(6)? കണ്ടുകെട്ടിയതോ തിരിച്ചു പിടിച്ചതോ ആയ സ്വത്തുക്കൾ കുറ്റകൃത്യത്തിലൂടെയാണ് സ്വന്തമാക്കിയത് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ കോടതിക്കോ മജിസ്ട്രേറ്റിനോ ആ സ്വത്തുക്കൾ അത്തരം കുറ്റകൃത്യത്തിന് ഇരയായ വ്യക്തികൾക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക് അനുപാതികമായി വീതിച്ചു നൽകാം. അതായത് 107(6) പ്രകാരം കണ്ടുകെട്ടിയതോ തിരിച്ചു പിടിച്ചതോ ആയിട്ടുള്ള സ്വത്ത് അത് കുറ്റകൃത്യത്തിലൂടെയാണ് സ്വന്തമാക്കിയത് എന്ന് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ അതെന്ത് ചെയ്യാതെ വ്യക്തികൾക്ക് ആ ഇരയ്ക്കത് വീതിച്ചു കൊടുക്കാം. ആ കുറ്റവുമായി ബാധിക്കപ്പെട്ടവർക്ക് അത് വീതിച്ചു കൊടുക്കാം. 107(7) സെക്ഷൻ 107(6) പ്രകാരമുള്ള ഉത്തരവ് ലഭിച്ചാൽ ജില്ലാ മജിസ്ട്രേറ്റ് 60 ദിവസത്തിനകം കുറ്റകൃത്യത്തിലൂടെ സ്വന്തമാക്കിയ വസ്തുക്കൾ സ്വയം വിതരണം ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം വിതരണം നടപ്പിലാക്കാൻ തനിക്ക് കീഴിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ 107(6) പ്രകാരം ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ 60 ദിവസത്തിനകത്ത് ഈ വസ്തുക്കൾ ഒന്നുകിൽ ഇയാൾ ഇടപെട്ട് ഈ ബാധിക്കപ്പെട്ടവർക്ക് കൊടുക്കുക, അല്ല എങ്കിൽ അതിനായിട്ടൊരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക. ദെൻ 107(8) അങ്ങനെയുള്ള വസ്തുക്കൾ സ്വീകരിക്കാൻ അവകാശികൾ ആരുമില്ലെങ്കിൽ വേറെ സംശയമൊന്നുമില്ല, സർക്കാരിലേക്ക് എന്ത് ചെയ്യും, അത് കണ്ടുകെട്ടും. 107(8) അങ്ങനെയുള്ള വസ്തുക്കൾ സ്വീകരിക്കാൻ അവകാശികൾ ആരുമില്ല എങ്കിൽ അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതാണ്. സെക്ഷൻ BNSSൻ്റെ സെക്ഷൻ 108 പോകുന്ന സമയത്ത് മജിസ്ട്രേറ്റിന് തൻ്റെ സാന്നിധ്യത്തിൽ തിരച്ചിൽ നടത്താൻ നിർദ്ദേശിക്കാം. ഏതെങ്കിലും മജിസ്ട്രേറ്റിന് ഏത് സ്ഥലത്തിൻ്റെ തിരച്ചിലിനാണോ തിരച്ചിൽ വാറന്റ് പുറപ്പെടുവിക്കുന്നത് അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥലം തൻ്റെ മജിസ്ട്രേറ്റിൻ്റെ പ്രസൻസിലായിരിക്കും അവിടെ സെർച്ച് നടക്കുക. അത്രയുള്ള സംഭവം 108. അപ്പോൾ 108 സെർച്ച് നടത്തുമ്പോൾ മജിസ്ട്രേറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സെക്ഷൻ 109 BNSSൻ്റെ സെക്ഷൻ 109 ഹാജരാക്കപ്പെട്ട രേഖ മുതലായവ പിടിച്ചെടുക്കാനുള്ള അധികാരം. BNSSൻ്റെ സെക്ഷൻ 109 എന്താ വിശദമാക്കുന്നേ? ഹാജരാക്കപ്പെട്ട രേഖ മുതലായവ പിടിച്ചെടുക്കാനുള്ള അധികാരം. BNSSന് കീഴിൽ ഹാജരാക്കിയ ഏതെങ്കിലും രേഖയോ വസ്തുവോ ഉചിതമെന്ന് തോന്നുന്ന പക്ഷം ഏതൊരു കോടതിക്കും എന്ത് ചെയ്യാം, അത് കണ്ടുകെട്ടാം. അതായത് തെളിവായി പിടിച്ചുകൊണ്ട് പോയ സാധനം ഇത് കോടതിക്ക് പിടിച്ചുകെട്ടേണ്ട സാധനം വെച്ചാൽ കോടതിക്ക് അത് എന്ത് ചെയ്യാം, കണ്ടുകെട്ടാം സർക്കാരിലേക്ക്. സെക്ഷൻ 110 നടപടിക്രമങ്ങൾ സംബന്ധിച്ച പരസ്പര ക്രമീകരണങ്ങളാണ് ഇതിൽ വിശദമാക്കുക. 110(1) പ്രകാരം BNSS നിയമം ബാധകമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ ഒരു കോടതി കുറ്റാരോപിതന്റെ സമൻസോ കുറ്റാരോപിതന്റെ അറസ്റ്റിനുള്ള വാറന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖയോ സാധനങ്ങളോ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കുമെതിരെയുള്ള സമൻസോ അല്ലെങ്കിൽ തിരച്ചിലിനുള്ള വാറന്റോ, എന്തൊക്കെയാണ്? കുറ്റാരോപിതന്റെ സമൻസോ കുറ്റാരോപിതന്റെ അറസ്റ്റിനുള്ള വാറന്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖയോ സാധനങ്ങളോ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കുമെതിരെയുള്ള സമൻസോ അല്ലെങ്കിൽ തിരച്ചിലിനുള്ള വാറന്റോ മേൽപ്പറഞ്ഞ ഭൂപ്രദേശങ്ങൾക്ക് വെളിയിലുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ പ്രദേശത്തോ ഉള്ള ഒരു കോടതിയുടെ അധികാരപരിധിക്കുള്ളിൽ നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് ആ കോടതിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഉദ്യോഗസ്ഥന് തപാൽ മാർഗമോ അല്ലെങ്കിൽ മറ്റു വിധത്തിലോ 2 പകർപ്പുകൾ അയച്ചു കൊടുക്കേണ്ടതാണ്. A ഖണ്ഡത്തിലോ C ഖണ്ഡത്തിലോ പരാമർശിക്കപ്പെട്ട ഏതെങ്കിലും സമൻസ് അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് അയച്ചു കൊടുത്ത കോടതിയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഒരു മജിസ്ട്രേറ്റ് ആണെങ്കിൽ അത്തരം സമൻസുകളുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 70 വ്യവസ്ഥകൾ എന്ത് ചെയ്യും, ബാധകമായിട്ടായിരിക്കും അത് നടപ്പിലാക്കേണ്ടതും. കേട്ടിരുന്നാൽ മതിയാവും കേട്ടോ. ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്തോ സ്ഥലത്തോ അത്തരം രാജ്യത്തെ സർക്കാരുമായി കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പാട് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ ക്രിമിനൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സമൻസോ വാറന്റുകളോ നടപ്പിലാക്കുകയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള സമൻസോ വാറന്റോ കേന്ദ്ര സർക്കാരാണ്
അവിടെയുള്ള കോടതിക്കോ ജഡ്ജിക്കോ മജിസ്ട്രേറ്റിനോ അയച്ചു കൊടുക്കേണ്ടത്. ഇന്ത്യക്ക് വെളിയിലാണെങ്കിൽ കേന്ദ്ര സർക്കാർ ആയിരിക്കും അത് ചെയ്യുന്ന ആളൊക്കെ എംബസി മുഖാന്തരം. ദെൻ 110(2) മേൽപ്പറഞ്ഞ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു കോടതി നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോടതിക്ക് നടത്തുന്നതിനോ നടപ്പിലാക്കുന്നതിനോ വേണ്ടി കുറ്റാരോപിതൻ്റെ സമൻസോ കുറ്റാരോപിതൻ്റെ അറസ്റ്റോ വാറൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും രേഖയോ സാധനങ്ങളോ ഹാജരാക്കുവാൻ ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിക്കുമെതിരെയുള്ള സമൻസോ തിരിച്ചറിയൽ വാറൻറ്റോ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെയോ ടെറിട്ടറികൾക്ക് പുറത്തെ ഇന്ത്യൻ പ്രദേശത്തെ ഒരു കോടതി പുറപ്പെടുവിച്ച തെരച്ചിൽ വാറൻറ്റ് അല്ല എങ്കിൽ കരാറിൽ ഉൾപ്പെട്ട സംസ്ഥാനത്തെ ഒരു കോടതിയോ ജഡ്ജിയോ മജിസ്ട്രേറ്റോ പുറപ്പെടുവിച്ച തിരച്ചിൽ വാറൻറ്റ് ലഭിക്കുന്നിടത്ത് മേൽപ്പറഞ്ഞ ഭൂപ്രദേശങ്ങളിലെ മറ്റൊരു കോടതിയിൽ നിന്ന് അതിന് ലഭിച്ച ഒരു സമൻസോ വാറൻറ്റോ ആയിരുന്നാൽ എന്നതുപോലെ, അതായത് ദൂരെ ഒരു കോടതി എന്നല്ലേ വരുന്നേ, അപ്പോൾ അവരുടെ തദ്ദേശീയമായിട്ടുള്ളൊരു കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ജൂറിസ്ഡിക്ഷനിലുള്ളൊരു കോടതിയിൽ വരുമ്പോൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ ഇവിടെ നമ്മൾ നടത്തി കൊടുക്കണം എന്നാണ് പറയാം. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ദൂരെ ഒരു സ്ഥലത്ത് ഈ കോടതിയുടെ അധികാര പരിധി അല്ല, അവിടത്തേക്ക് നമ്മൾ സമൻസോ വാറൻറ്റോ തിരച്ചിലോ എന്തോ പരിപാടി അതിനുള്ള സംഭവം അയച്ചു കൊടുക്കുന്നു. അത് ആ സ്ഥലത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തോ ഇന്ത്യൻ പ്രദേശത്തോ ഒരു പുറപ്പെടുവിച്ചൊരു കോടതി വാറൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ കരാറിൽ ഉൾപ്പെട്ട ഒരു കോടതി ജഡ്ജിയോ മജിസ്ട്രേറ്റോ പുറപ്പെടുവിച്ച വാറൻ്റ് ആണെങ്കിൽ അത് എല്ലായിടത്തും അത് നടപ്പിലാക്കാൻ ശ്രമിക്കണം. സ്വന്തം സ്ഥലത്തുള്ള കോടതിയുടെ ഉത്തരവ് പോലെ തന്നെ കണ്ട് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത്രയേ ഉള്ളൂ. ഒരു അറസ്റ്റ് വാറൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ള സംഗതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടയാളെ കഴിയുന്നിടത്തോളം 82, 83 വകുപ്പുകളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി കൈകാര്യം ചെയ്യേണ്ടതാണ്. തിരച്ചിലിനുള്ള ഒരു വാറൻറ്റ് നടപ്പിലാക്കിയിട്ടുള്ള സംഗതിയിൽ തിരച്ചിലിൽ കണ്ടെടുത്ത സാധനങ്ങൾ കഴിയുന്നിടത്തോളം 104 വകുപ്പിൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ വേണം അതിൻ്റെ തിരച്ചിൽ സംഭവങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം പ്രൊസീജിയർ പറഞ്ഞില്ലേ 104. ജസ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്തവർ ജസ്റ്റ് റിവൈൻഡ് അടിച്ച ക്ലാസ് ഒന്ന് കണ്ടിട്ട് വരിക. ആ രീതിയിൽ എന്ത് ചെയ്യണം, അനുസൃതമായിട്ട് ചെയ്യേണ്ടതുമാണ്. എന്നാൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു രാജ്യത്തു നിന്ന് ലഭിച്ച സമൻസോ തിരച്ചിലുള്ള വാറൻറ്റോ നടപ്പിലാക്കിയിട്ടുള്ള സംഗതിയിൽ ഹാജരാക്കപ്പെട്ട രേഖകളോ സാധനങ്ങളോ അഥവാ തിരച്ചിലിൽ കണ്ടെടുക്കപ്പെട്ട സാധനങ്ങളോ അല്ലെങ്കിൽ ആ സമൻസോ തിരച്ചിലിനുള്ള വാറൻറ്റോ പുറപ്പെടുവിച്ച കോടതിക്ക് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം മുഖേന പ്രത്യേകം നിർദ്ദേശിച്ചേക്കാവുന്ന പ്രകാരമുള്ള അധികാരസ്ഥൻ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ വഴി അയച്ചു കൊടുക്കേണ്ടതാണ്. അതായത് വേറൊരു രാജ്യമാണെങ്കിൽ അവർ തമ്മിലുള്ള നയതന്ത്ര പ്രതിനിധികൾ വഴി വേണം ആ ഡോക്യുമെൻറ്റ്സ് കൈമാറാൻ. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേട്ടാൽ തിരിയാത്ത കാര്യങ്ങളൊക്കെ കൂടെയാണ് പറഞ്ഞത്. നിങ്ങളിവിടെ ഒന്ന് വായിച്ചൊരു എഫേർട്ട് ഇട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു വേഗ ഐഡിയ, ആ ഒരു കഥകൾ മനസ്സിലാക്കി വയ്ക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു മക്കളെ, ഇതൊന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്കിന് നിങ്ങൾക്ക് വരുന്ന പോലെ പ്രസ്താവന ചോദ്യങ്ങൾ എന്തെങ്കിലും ലഭിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് മാക്സിമം യൂസ് ആക്കാൻ പറ്റണം എന്നൊരാഗ്രഹം മാത്രമേ ഇതിൻ്റെ പിന്നിൽ കൂടെയുള്ളൂ. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതെങ്കിലും സെക്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അത് രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ചാനലിൽ വരുന്നതായിരിക്കും. ഈ ഒരു CPO സ്പെഷ്യൽ ടോപ്പിക് എന്നതിലുപരി നമ്മുടെ PSC എക്സാമിന് ആവശ്യമായിട്ടുള്ള പൊളിറ്റി ഗവേണൻസ് മേഖലയിൽ നിന്നുള്ള ഒരുപാട് ക്ലാസ്സസ് ചാനലിൽ ഉണ്ടാവും. വഴി അതൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ചാനൽ എല്ലാവരും വീഡിയോസ് തുടർന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ പേര് ആരോമൽ. താങ്ക് യു ഓൾ.